ഇതുപോലൊരു കൃഷ്ണജയന്തിയിൽ എന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് അല്ലേ അപ്പു? തന്നെ മക്കളെ, ഈ വീട്ടിൽ വന്നതിന് ശേഷം ടിവിക്ക് പച്ചടി ഏറ്റവും ഇതെപ്പോ പോയി എടുത്തിട്ട് വന്നടി? ഇപ്പം ഇവിടെ വൈ. എത്ര കയറിയാത് വലിച്ച് താഴോട്ടിടാനായിട്ട് ഒരെണ്ണമുണ്ടല്ലോ. നീ തന്നെ ഞാനാ അങ്ങള് വൃത്തിയുടെ കോമഡി അടിക്കില്ല പുസ്തകം കോമഡിയാ? നീ വൃത്തിയല്ലേ കാണിക്കുന്നത്? നോക്ക്, ആർക്കും കൊടുക്കാതെ തിന്നണ. അത് തന്നെ വൃത്തിയായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും എടുത്തു കൊടടി. ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. തന്നില്ല ഏട്ടാ എനിക്ക്. ഇത്ര തിന്നാൽ അതിന് ചുണ്ട തീരുമോ? പള്ളിയില്ല മക്കളെ, ഭയങ്കര മധുരം. ഏട്ടാ താഴെ വലിക്കട്ടാ. പൊളിഞ്ഞു വീഴല്ലേ, പൊളിഞ്ഞു വീഴല്ലേ. അതെ, നീ വന്നാ നമുക്കൊരു പായസം ഉണ്ടാക്കാം. അത് ചെത്ത് കാര്യമാണ്. ആ, അയ്യോ എനിക്ക് നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് എനിക്ക്. പോണേ. ഒരു മിനിറ്റ്, അങ്ങനെ പരീക്ഷയ്ക്ക് പോകുമ്പോ ഈ സ്വീറ്റ്സ് നോക്ക് നോക്ക്, വിളിച്ചപ്പോ മുങ്ങിയ നോക്ക്. ആ ഡ്രസ് എങ്ങനെ മാറ്റിയെടുത്ത് പഠിക്കാൻ പോയിരിക്കടി. നടക്കാത്ത കാര്യം. പിന്നെ പായസത്തിന്റെ കാര്യം നീ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് പായസം ഇല്ലാ പറ്റില്ല. അയ്യോ പായസം വെച്ചേക്കണം അല്ലേ അച്ഛാ? പായസം വേണം മസ്റ്റ്. എന്തായാലും കുറച്ച് പാലെടുത്ത് കുറച്ച് അടയോ ഇതായിട്ട് കലക്കണം, കുറച്ച് മന്ദര സെറ്റ് കേട്ടോ. പായസം വെച്ചേക്കണം എനിക്ക്. അതെ, ഡ്രസ് മാറ്റിട്ട് പോവാ. ഉണ്ടാക്കൂ. എന്ത് കണ്ണിവിടെ തന്നെ ഇരിക്കുന്നു? കൊള്ളാം, നല്ല രുചി മക്കളെ. ആണാ ഈ കൊണ്ടുവച്ച് തിന്ന്. അവിടെ പിള്ളേർ. ബുക്കും തുറന്നു വെച്ച എന്ത് ദിവാസ്വപ്നം കണ്ടോണ്ടിരിക്കണേ? ദിവാസ്വപ്നോ? യു ആർ സോ റോങ് റിങ്കി. എടി പഠിച്ച് തളർന്നിരിക്കുന്ന എന്റെ ബ്രെയിനെ ഞാൻ ഫ്രീ ആക്കി വിട്ടോണ്ടിരിക്കുകയാണ്. ഉത്തരം മുട്ടുമ്പോ ഉത്തരം പറയാൻ നിനക്കേ കഴിയുള്ളൂ വിങ്കി. എന്തോന്ന് ഉത്തരം മുട്ടുമ്പോ ഉത്തരം പറയുന്നത്? എടി നിന്റെ ഗ്രാമർ മൊത്തം പോക്കാണല്ലോ. നിന്നോടല്ലേ നടക്കുന്നേ. ഇങ്ങനെ എടി പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണം, അല്ലാതെ ഗുസ്തിയും കളിച്ചോണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കും. വേണ്ട, ഗുസ്തിയെ തൊട്ട് കളിക്കണ്ട. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. കാല് മാറ്റു. എനിക്കൊന്നും പറ്റില്ല. ഡീ അതിന്റെ അടിയിലൊക്കെ ചവറ് കിടക്കുന്നത് മാറ്റടി. നീ അവിടെ തൂക്കണ്ട, നീ ഇതിലെ കൂടെ ഇങ്ങനെ കറങ്ങി തൂത്ത് അപ്പുറത്തോടെ അങ്ങ് പൊക്കോ. നിന്റെ തടിക്കാല് മാറ്റ്. അത് പറയ പണി ചെയ്യില്ല. രാവിലെ എന്റെ ഇടി വാങ്ങിക്കല്ലേ പിങ്കി. നിനക്ക് ഈ ചില ഇലയും കുറച്ച് കമ്പോളൊന്നും ഇഷ്ടമില്ലേടി? അതൊക്കെ ഇട്ടിട്ട് മിച്ചം വെച്ചിട്ട് ബാക്കി തൂക്കണ്. 2 ദിവസം ആ ചിന്നിപ്പെണ്ണ ഇവിടെ ഇല്ല. വീടിന്റെ അവസ്ഥ മൂതയും പിടിച്ച് പൊടിയും അഴുക്ക്. ഹലോ ഹലോ, ഇതൊക്കെ മതി കേട്ടെ, നിന്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പച്ചി ഇവിടെ ഇല്ല, അതുകൊണ്ട് അപ്പച്ചി കേൾക്കാനായിട്ട് ഒരു രീതിയിൽ ഇങ്ങനെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അപ്പച്ചി ഇവിടെ ഇല്ലേ? അപ്പച്ചി കാപ്പിക്കാ പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് എടി എന്റെ ഭാര്യയെ പോലെ ഇത്രയും കുലീനതയും തങ്കപ്പെട്ട സ്വഭാവമുള്ള വേറെ പെണ്ണുണ്ടാ? ഒരു ഭാര്യ ഇങ്ങോട്ട് ഒരു ഭാര്യയെ സ്നേഹിക്കണ ഭർത്താവ് എപ്പോഴും പൊക്കി പറഞ്ഞോണ്ടെങ്കിൽ എനിക്കൊരു മടിയില്ല. എടി പിങ്കിയേ, ഇത് കുറച്ചൊരു പൊടിക്ക് ഓവറല്ലേ? പൊടിക്കാ ഇച്ചിരി കട്ടിക്ക് തന്നെ ഓവറാണ്. നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ ബുക്കിൽ നോക്കി പഠി. എന്റെ ഉച്ചയിലല്ലേ എഴുതി പഠി. നീ തൂക്ക തന്നെ. അമ്മമാരെ നെഞ്ചത്തല്ല തൂക്കണ്ടത്, നീ തറ തൂര്. ചേച്ചി ചേച്ചി, ആ പോയ പോക്കിൽ എന്തോ ഒരു പന്തികേടില്ലേ? എന്തോന്ന് വണ്ടിയേട്? അല്ല ചുമ്മാ അപ്പച്ചി ഇങ്ങനെ പൊക്കിയൊക്കെ പറയണ, അത് നമ്മുടെ മുമ്പ് വെച്ച്. ഇടി അപ്പച്ചിയെ പൊക്കി പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് കാര്യം? കേക്ക അപ്പച്ചി ഇല്ലല്ലോ. അപ്പച്ചി ഇല്ല, പക്ഷെ എന്നാലും നമ്മളുണ്ടല്ലോ. ഓ, അത് ചെന്ന് നമ്മൾ അപ്പച്ചിയോട് പറഞ്ഞു കൊടുക്കൂന്നല്ലേ? എവിടെന്ന് വരുന്നടി ഈ കുരുട്ട് ബുദ്ധിയൊക്കെ നിനക്ക്? ഒന്ന് എണീറ്റ് പോടി, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഓഹോ, നമ്മളിപ്പോ പറഞ്ഞത് കുരുട്ട് ബുദ്ധി അല്ലേ? ഞാൻ ഇനി ഒന്നും പറയണ്ട. പറഞ്ഞേക്ക തിരിച്ചെടുത്ത്.
ആരുടെ കിടന്ന് വിളിക്കുന്നു വെള്ളം കുടിക്കാൻ സമ്മതിക്കും. ഹലോ ആ പറടാ. ഓ ഞാൻ സെറ്റ്, നിങ്ങളാ? എല്ലാം വരുമോ? ആ 5:30. ഓ പിന്നല്ല ചിന്നുവിനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. ചിന്നു ഒന്നും പ്രശ്നമില്ല. ആ പിന്നെ അച്ഛനെ കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് ഞാൻ സെറ്റാക്കിയിട്ട് വരാം. ആ അപ്പം ഓഫ് ടു മൂന്നാർ. സെറ്റ്. ആ ഓക്കെ. ഓഹോ ഫ്രണ്ട്സ് മൂന്നാറുകോളം പ്ലാനാണല്ലേ. അങ്കിൾ പങ്കേ എന്താ ഇല്ലല്ലേ സ്വെറ്റർ വല്ലതും ഉണ്ടാടി? സ്വെറ്റർ എന്തിനാ? മൂന്നാർ ട്രിപ്പ് പോകാനാണോ? മൂന്നാർ ട്രിപ്പ് ഒന്നും പോണില്ല. പിന്നെ എനിക്ക് ഭയങ്കര പനിയടി. ഇതണ്ട അയ്യോ അള്ളി എന്തിനാ നീ? ഭയങ്കര ചൂട് അള്ളിയോ? പോട്ടെ. കുളിരുണ്ട് ഭയങ്കരമായിട്ട്. കുളിരും ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. കൂടുതൽ ഷോ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ കേട്ട സംസാരിക്കാൻ. അപ്പച്ചിയെ പറ്റിച്ചിട്ട് മൂന്നാർ ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ആണല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കും. ചതിക്കരുത്. എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ 5 മുട്ട പപ്സ്, 2 ശാദശി, 10 ലഡു, 5 ജിലേബി. സെറ്റല്ലേ? സെറ്റല്ല. അതെ അങ്ങ് പണ്ട്. ഇപ്പൊ പിങ്കി വളർന്നു. കുറച്ച് വലിയ എന്തെങ്കിലും തന്നെ വേണം. ആ പോട്ടെ, ക്യാഷ് ആയിട്ട് തന്നെ തരാം. 500 1500 തരാം. എനിക്കൊന്നും വേണ്ട. പിന്നെ എന്തിനാണ്? ഞാനും വരുന്ന ട്രിപ്പ് പോവാൻ. ഞാൻ ഫ്രണ്ട്സുമായിട്ട് പോകണത് നീ കൂടെ പറഞ്ഞ ട്രിപ്പ് പോവാൻ. നീ എന്നെ പാടി വരുന്ന കണ്ടു. അതൊന്നും നടക്കാന്നില്ല. അങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് അല്ലേ? എന്നും പറഞ്ഞ് ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോകുമ്പോൾ വീട്ടിലുള്ള പിള്ളേരെ കൂടെ കൊണ്ടുപോകാരെങ്കിലും. ഓ എന്നെ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയില്ലേ? പിന്നെ കൊണ്ടുപോകില്ല. ഇല്ല. ആ എന്നാ ഞാൻ ഈ കാര്യം മൊത്തം അപ്പൂന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അപ്പഴാ എന്താ പറയാടി? നീ പറഞ്ഞ പിന്നെ ഇവിടെ എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റാതെ പോകുന്നു. എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ എന്തായാലും പോവും. നീ ചെന്ന് പറ. അങ്കളെ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കണേ. അപ്പച്ചിയുടെ അടുത്ത് പറയാതെയാണ് പോണെന്നും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും. നീ എന്തോ ചെന്ന് വെക്കാൻ പറയും. നിന്റെ വല്ല തെളിവ് വേണ്ട. തെളിവ് ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആരും വിശ്വസിക്കാൻ പോണില്ല. തെളിവ് സഹിതം തന്നെ ഞാൻ എല്ലാം ഇട്ടുകൊടുക്കും. നീ ഇട്ടുകൊടുക്കണം. എല്ലാം തൊണ്ടോടാതെ അവർ വിഴുങ്ങുകയും ചെയ്യും. ചെന്ന് കാറ്റി കൊടുക്കും. നിന്നെ കൊണ്ടുപോകാൻ പറ്റാതെ പോകാൻ പറ്റും. ഞാനും ഒന്ന് നോക്കട്ടെ. നിങ്ങൾ നോക്ക്. ട്രിപ്പ് ഞാൻ മുടക്കി തരാം. നീ കൊറേ മുടക്കി തരാം. പേടി. ഓഹോ കാണിച്ചോ. എന്താണ് കാണിക്കുന്നത്? അപ്പൊ വല്ല അറിഞ്ഞ എന്തിന്? രാമങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് മൂന്നാർ ട്രിപ്പ് പോകാൻ പോണെന്ന്. മൂന്നാറാ? ഓ ആര് പറഞ്ഞത്? ആരും പറഞ്ഞില്ല. രാമങ്ങൾ കോൾ വിളിച്ചോണ്ടിരിക്കുന്നതേ ഞാൻ കേട്ട്. അപ്പോ ഒരു കാരണവശാലും വിടരുത് കേട്ടാ. രാമകൾ വരുന്നുണ്ട്. പോവാനായിട്ട് അനുവാദം ചോദിക്കാനായിരിക്കും പറഞ്ഞത്. ഒരു കാരണവശാലും സമ്മതിക്കില്ല. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പണി ചെയ്തോണ്ടിരുന്നോ? അച്ഛാ ചെറുക്കന്മാരെല്ലാം കൂടെ ട്രിപ്പ് പോകണം കേട്ടോ. മൂന്നാറിൽ എന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പോണമെന്നില്ല. പക്ഷെ ഇങ്ങനെയൊന്നല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അച്ഛാ ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കണമെങ്കിൽ എന്നെ കിടന്ന് മൂന്നാറ് ട്രിപ്പ് എന്നൊക്കെ കിടന്ന് വിളിക്കും. ഇവന്മാർക്ക് ഒരു ബോധമില്ല അച്ഛാ. നീ പോണില്ലല്ലേ പിന്നെ എന്ത്? ആ പോണില്ലേ. ഞാനാണെങ്കിൽ ചിന്നുവിനെ കാണാത്ത ഒരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ഊണും ഉറക്കവും എല്ലാം പോയച്ച. മക്കളെ 2 ദിവസം കഴിയുമ്പോ അവള് വരും. നീ സമാധാനപ്പെട്. അച്ഛാ 2 ദിവസം അങ്ങനെ നിസ്സാരപ്പെടുത്തി പറയല്ലേ അച്ഛാ. അച്ഛനെന്റെ മനസ്സ് മനസ്സിലാക്കണം. 2 ദിവസം പറഞ്ഞാലേ എനിക്ക് 2 യുഗങ്ങൾ പോലെയാണ്. അച്ഛൻ അറിയാമോ? 2 യുഗം. ഞാൻ എങ്ങനെ തങ്കക്കുടം പുറത്ത് എന്റെ മോനെ പറ്റിയാണ് നീ ഇത് പറഞ്ഞത്?
അവൻ ചിഹ്നനെ കാണാത്ത പ്രയാസത്തിൽ നടക്കുകയാണ്. അയ്യേ അപ്പോ അത് അടവാണ്. എനിക്ക് പോലെയായിരുന്നു ചെറുക്കൻ വലിയ പ്രയാസത്തിൽ പോയിരിക്കുകയാണ്. ഞാൻ അവനൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് വരാം. ശ്ശെ, അപ്പൊ അവിടെ നില്ല്. അങ്ങേരെ ഉപ്പൂറ്റി തൊട്ട് തലമുടി അങ്ങ് അറ്റം വരെ കള്ളത്തരമാണ്. പോലെയായിരുന്നു കള്ളത്തരം പറഞ്ഞത്. പോ. ശ്ശെ, അപ്പു. അങ്കിളെ ഓ പായസം. പായസം എനിക്ക് വേണ്ടടി. പായസം വേണ്ടേ? വേണോന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് വേണോന്ന് ഞാൻ പറഞ്ഞു, ആ, പക്ഷെ എന്റെ മനസ്സിന് എന്തോ പോലെ ഒരു വേണ്ട. മനസ്സിന് എന്ത് പറ്റി? പായസം കുടിക്കാനുള്ള മനസ്സ് എനിക്കില്ല. മക്കളെ ഇങ്ങോട്ട് മാറി. ഒരു മൂടില്ല വെച്ചാ വയ്യ എനിക്ക്. അയ്യോ അടവ്. കളരി പഠിച്ച മണിക്കുട്ട മോമിന്റെ കയ്യില് പോലും ഇല്ലല്ലോ ഇത്ര അടവ്. നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ നിന്ന് വരണേ? മതിയാക്കി മക്കളെ. ഇത് പറ്റിയടാ. ഇതൊരു മനസ്സിനകത്തൊക്കെ ഒരു വല്ലായ്മ മച്ചാ. ആ പെണ്ണ് വല്ലതും കഴിച്ചാണോ എന്തോ ചിന്നുവേ. അവള് ആഹാരം കഴിച്ച് കാണൂടാ. ആരും കഴിച്ചൊന്നുമില്ല. അവിടെ പായസം ഇല്ലല്ലോ. ദൈവമേ, ആക്ടിങ്. ഇത് ആക്ടിങ് ആണെങ്കിൽ ഇങ്ങേർക്ക് ഒരു അവാർഡ് കൊടുക്കണം കേട്ടോ. ഡി നിർത്തടി അങ്കിളെ, വിഷമിക്കാതെ. അതല്ലടി പെണ്ണെ, അത് മക്കളെ എടാ, നിനക്ക് ഇത്ര പ്രയാസമാണെങ്കിൽ നീ അവളെ നിർത്തി എന്തിനി? നീ പോന്ന എന്തിനി? അത് പിന്നെ അച്ഛ ഒറ്റയ്ക്കാവണ്ടെന്ന് വിചാരിച്ച്. എനിക്കിതൊന്നും കേൾക്കാനുള്ള ത്രാണി ഇല്ലേ മകളെ? അപ്പച്ചി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അങ്ങോട്ട് ഇമോഷണൽ ആവേണ്ട ഒരാവശ്യമില്ല. അപ്പച്ചി നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിട്ട് പോയതല്ലല്ലോ, 2 ദിവസം അമ്മയുടെ അടുത്ത് പോയി നിന്നല്ലേ? നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലായൊന്നുമില്ല. എനിക്കെന്തോ അല്ല അച്ഛ. ഞാൻ എന്തായാലും എനിക്ക് വയ്യ. എനിക്ക് ഒരു ഞാൻ പോണം. നിന്നാ എന്റെ പായസവും വേസ്റ്റായി. ഇല്ല, ഇങ്ങടുത്തേക്ക് ഇപ്പൊ തരാം. മക്കളെ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് പായസം എടുത്ത് പാത്രത്തിലിട്ട് ചിന്നൂന്ന് കുറിച്ചുവിടാൻ വേണ്ടി കുറിച്ചുവിടുക. അപ്പു എന്താ എല്ലാരും മണ്ടന്മാരാണല്ലോ ദൈവമേ. ജയിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? മക്കളെ പങ്ക ഇത് അത് വേണ്ട. നീ വിചാരിക്കുന്നതല്ലേ നമ്പർ എന്നാണ്? പിന്നെ എന്നാ അല്ല, സത്യത്തിൽ എനിക്ക് ഭയങ്കര ഫീലിംഗ് കിട്ടി അവളെ കാണാത്തോണ്ട്. ഫീലിംഗ്? ഓ എനിക്ക് ഇനി പറ്റൂല ഇതൊന്നും കേൾക്കാൻ, വയ്യ. ഇപ്പം നിന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ നീ പണ്ട് എങ്ങനെയല്ലായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ നീ എൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരുത്തിയായിരുന്നു. മനുഷ്യൻ്റെ ഫീലിംഗ് മനസ്സിലാക്കാനുള്ള ഇത് നിനക്കില്ലേ? ഒന്നുമില്ല, ഞാൻ നിന്റെ രാമങ്ങളില്ലേ? ഞാൻ പറയല്ലേ എനിക്ക് എൻ്റെ ഭാര്യയെ കാണണമെന്ന്. അപ്പം നീ എന്നെ ഇങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത്, അതാണ് എനിക്ക് ഒരു മെയിൻ. ഇവരെ രണ്ടുപേരും വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നീയല്ലേ പണ്ട് എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ നിന്നോണ്ടിരുന്നു. അങ്ങനെയൊക്കെയാണ്, പക്ഷെ എന്തോ വേണ്ടടി. നിനക്ക് വിശ്വാസമില്ല, ഇപ്പം ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് ഭാര്യയെ കാണാൻ പറ്റാത്തൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു? വിഷമം എന്നല്ലേ പറഞ്ഞുള്ളൂ. അതിപ്പം നിനക്ക് പിന്നെ മനസ്സിലാക്കാൻ വയ്യെങ്കിൽ പിന്നെ പോട്ട്. അയ്യോ എനിക്ക് വിഷമായ നീ എന്നെ വിശ്വസിക്കാത്ത. ഇല്ലില്ല, ഇങ്ങോട്ട് മാറി. എന്നെ വിശ്വസിച്ചില്ല നീ. അയ്യോ എന്നെ വിശ്വസിച്ചില്ല നീ. അങ്ങളെ ഞാൻ വിശ്വസിക്കാം. ഒറിജിനലായിരുന്ന? ഓ, ഞാൻ വിചാരിച്ച അഭിനയായിരിക്കും. അങ്കിൾ അങ്കിൾ പറയടി. അങ്കിള് ഒറിജിനലായിട്ട് വിഷമിച്ചായിരുന്നോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വിഷമമാണ്. അയ്യോ അങ്കിളെ, ഞാൻ വിചാരിച്ചേ അങ്കിള് ട്രിപ്പ് പോകാനായിട്ട് കള്ളത്തരം പറഞ്ഞായിരിക്കും. ഓ, ട്രിപ്പ് പോകാൻ വേണ്ടി കള്ളം പറഞ്ഞൊന്നും അല്ലടി. അങ്കിളെ, എന്നാലും എനിക്കൊരു ഡൗട്ടേ. അങ്കിൾ നേരത്തെ ഫോണൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാൻ കേട്ടില്ല. എന്തുവായിരുന്നു നേരത്തെ?
അതെന്ന് വെച്ചാലേ ശരിയടി. അപ്പൊ ഞാൻ എനിക്ക് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ചിന്നുവിന്റെ കാര്യമൊക്കെ ആലോചിച്ചു. ചിന്നു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ ട്രിപ്പ് പോകണത് ശരിയല്ലല്ലോ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ച്. പോട്ടങ്ങളെ അതൊക്കെ വിട്, കുഴപ്പമില്ല. അതെ, അപ്പു പറഞ്ഞു അപ്പച്ചിയെ പോയി കാണാൻ, പായസം കൂടെ പാത്രത്തിലാക്കി തന്നുവിടാം, അങ്ങളുടെ അടുത്ത് പോകാൻ പറഞ്ഞു. ഇത്ര പെട്ടെന്നാ? ഓ എന്ത്? ഒന്നുമില്ല, പോണം. അച്ഛനെ പറഞ്ഞല്ലേ. എങ്കിലും അച്ഛൻ ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ പോകൂടി? അച്ഛന്റെ കാര്യമൊക്കെ നോക്കണ്ടേ? അപ്പൂന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, ഞാനും ചേച്ചി ഉണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ നോക്കിക്കോളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാല്ലേ? പെടുന്നോയിട്ട്. അങ്കിളെ, അങ്കിളിനെ പോലെ ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എന്റെ അപ്പച്ചന്റെ ഏറ്റവും വലിയ ഭാഗ്യം. നീ ചുമ്മാതാണ് എന്നെ നാണം കെടുത്താതെ. എനിക്ക് നാണം പറഞ്ഞു. നാണിക്കാതെ റെഡിയാവും. ഞാൻ പോയി പായസം ഒക്കെ എടുത്ത് വയ്ക്കാം. സമയം കിടക്കയില്ലേ? അല്ല, സമയം കളയാതെ പോവല്ലേ? ശരി ശരിയടി. രാമങ്ങളെ എവിടെ പോയി? ഇതാ പായസം എടുത്ത് വെച്ചേക്കുന്നു. വന്നില്ലേ? ഇല്ല. അങ്കിളെ ഇറങ്ങി വാ. അങ്കിളെ എങ്ങോട്ട് പോണു? ചിന്നുവിനെ കാണാൻ. അപ്പച്ചിയെ കാണാൻ എന്തിന് ഇത്ര ആഡംബരം? ആഡംബരോ തോന്നിയാ? തോന്നി. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ ചേച്ചി, പ്രാവശ്യം അവളെ കാണാൻ മുമ്പേ. അത് വെറൈറ്റി ആയി പോയി. എന്താ ആവട്ടെ, ഈ പായസം കൊണ്ടുപോടും. ആർക്ക്? അപ്പച്ചിക്ക്. എന്തിന്? എന്തിനാ? കുടിക്കേ. ഇത് കുടിക്കാൻ പറ്റില്ല, പിരിയും. എന്തോന്ന് പിരിയും? അങ്കിളല്ലേ നേരത്തെ പറഞ്ഞത്, പാവ അപ്പച്ചിക്ക് പായസം കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. കൊണ്ടുപോട്. അത് ഞാൻ അവിടെ പോയി ഉണ്ടാക്കി കൊടുത്തോളാം. ഇനിയിപ്പോ ഉണ്ടാക്കാൻ നിൽക്കണെന്താ? ഞാൻ ഉണ്ടാക്കിയില്ലേ, ഇനി ഇത് വേസ്റ്റ് ആവൂലേ? എടി, ഇത് ബസ്സിലൊക്കെ കയറി പോകുമ്പോ കംപ്ലീറ്റ് കുലുങ്ങി അത് ചീത്തായി പോവില്ലേ? അത് ചീത്തയായും പോവില്ല, ഞാൻ നോക്കിക്കോളാം. അപ്പൊ എവിടെ പോണ്? ഞാൻ ചിന്നുവിനെ കാണാൻ പോണ. ചിന്നുവിനെ കാണാൻ പോണ. ഞാൻ നിന്റെ കൂടെ വരണമെന്ന്. അച്ഛൻ പറയണ്ട, അച്ഛനും വയ്യാത്തല്ലേ, പിന്നെ ബസ് വരണ്ടേ? ഞാൻ പറഞ്ഞു എനിക്ക് ചിന്നുവിനെ കാണണം, എന്റെ സഹോദരിയെ കാണണം. ഞാൻ പറഞ്ഞു വരണ്ട. അത് എന്തിനിപ്പോ അച്ഛൻ പറഞ്ഞ എന്തിന്? ഇപ്പൊ ഞാൻ വന്ന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അവളെ കാണാൻ? അത് ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ കോളല്ലേ വിളിക്കാം, എന്നിട്ട് അച്ഛനെ കാണിച്ചു തരാം. എന്റെ ഒരു വീഡിയോ കാണുമ്പോൾ ഇങ്ങോട്ട് വേണ്ട, എനിക്ക് നേരിട്ട് കാണണം. എന്റെ വീഡിയോ കോൾ വഴി ഒന്ന് കാണണം. വീഡിയോ കോളിൽ ഉണ്ടാക്കാൻ പോകും. വീഡിയോ കോൾ പിന്നെ അച്ഛൻ പോകും. ഞാൻ പിന്നെ പറഞ്ഞില്ല. പിന്നെ വരട്ടെ, അതിനിപ്പോ എന്ത്? അത് ശരിയാവും. എന്ത് ശരിയാവത്തെന്ത്? അങ്കിളെ സത്യം പറഞ്ഞോ, എങ്ങോട്ട് പോണ? എങ്ങോട്ട് പോണെന്നാ അറിഞ്ഞൂടാ എനക്ക്. അപ്പച്ചിയെ കാണാനാണ് പോകുന്നതെന്ന് ഇങ്ങോട്ട് വിളമ്പണ്ട, മനസ്സിലായ? പിന്നെ എവിടെ പോ? ട്രിപ്പിനല്ലേ പോണേ? ട്രിപ്പാ? ട്രിപ്പൊന്നും കേട്ടിട്ടില്ലല്ലേ? കൊള്ളക്കളോ, മൊത്തം കള്ളത്തിന് ഇവിടെ വിളമ്പായിരുന്നല്ലോ ഇത്ര നേരം. ഞാൻ പോലും വിശ്വസിച്ചു പോയി. സത്യം പറ പോവല്ലേ ഫ്രണ്ട്സിനെ കാണാൻ? മക്കളിങ്ങോട്ട് മാറി. നീ ചിന്നുവിന്റെ പേരും പറഞ്ഞു എന്നെ പറ്റിച്ച് ടൂറിന് പോവേണ്ടല്ലേ? ഇല്ല, വിടൂല. അപ്പൂന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിങ്ങളെ വിടൂല. അപ്പന്റെ കൊക്കിന് ജീവനില്ല. മക്കൾ ടൂറ് പോണം. മക്കള് പോ. ഇതെന്റെ അച്ഛൻ ഉണ്ണിപ്പിള്ള തന്നെയാ പറയണത്. പിന്നെ വേറെ അച്ഛനാണ് എനിക്ക്, ഞാനല്ലേ ഉള്ളൂ. എന്റെ ആഴ്ചയൊക്കെ പൊളിക്കുമ്പോ അച്ഛനെ കൂടെ ഓർമ്മിക്കണം. മോളെ പങ്കു, മോളടാ കുട്ട, ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ എന്നെ ടൂർ വിടാതിരിക്കാൻ. നല്ല പണിയെടുത്തിരിക്കുന്നു. ഏതായാലും പോയിട്ടിരുമ്പോ നിനക്ക് നല്ല ഉണങ്ങിയ പൂ കൊണ്ടുവരാം വീട്ടിനകത്ത് വെച്ചേരാ. അച്ഛാ വല്ലാത്ത ചെയ്ത്തായി പോയിട്ടാ. ആമ്പിള്ളേർക്ക്
ആവശ്യത്തിന് ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയാണ് എൻ്റെത് കേട്ടാ